ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയായി ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് ഗ്രോ ചെയ്യുകയും നിങ്ങൾക്ക് നല്ലൊരു പാസീവ് ഇൻകം യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്യാനും കഴിയും. 2025 മാർച്ച് 25-ന് ഈ ചാനലിൽ ഞാൻ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. അങ്ങനെ കൃത്യം 20 ദിവസമായപ്പോൾ ഈ ചാനൽ മോണിറ്റൈസ് ആവുകയും മലയാളത്തിലെ എഡ്യൂക്കേഷണൽ നിഷിലെ വൺ ഓഫ് ദി ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ചാനലാവാനും കഴിഞ്ഞു. സോ എന്റെ ഈ 3 years ഓഫ് എക്സ്പീരിയൻസ് ചേർത്തുകൊണ്ട് ഞാനൊരു ഫ്രീ യൂട്യൂബ് കോഴ്സ് നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ഹൗ ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ 2026. ഇതിലെ ആദ്യത്തെ പാർട്ട് മാത്രമാണിത്. ഇനി ബാക്കി 21 പാർട്ട് വീക്കിലി ഓരോ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ഇതിൽ യൂട്യൂബിന്റെ അൽഗോരിതം, ഷൂട്ടിംഗ്, സ്ക്രിപ്റ്റിംഗ്, എഡിറ്റിംഗ്, തംബ്നെയിൽ മേക്കിംഗ്, സ്ട്രാറ്റജീസ്, AI ടൂൾസ് എല്ലാം തന്നെ കവർ ചെയ്യുന്നതായിരിക്കും. ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. ഈ വീഡിയോയുടെ അജണ്ട എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. 1. 2026 യൂട്യൂബ് ചാനൽ തുടങ്ങിയാലുള്ള ബെനിഫിറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. 2. നിങ്ങൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം വേണ്ട റൈറ്റ് മൈൻഡ് സെറ്റ്. പിന്നെ 3-മതായിട്ട് നിങ്ങൾക്ക് യോജിക്കുന്ന ഒരു പ്രോഫിറ്റബിൾ യൂട്യൂബ് നീഷ് എങ്ങനെ ഫൈൻഡ് ചെയ്യാമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അവസാനമായിട്ട് നിങ്ങളുടെ നീഷ് കണ്ടുപിടിക്കാനുള്ള ഒരു അസൈൻമെന്റും തരുന്നതായിരിക്കും. സോ എങ്ങനെ 2026 ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം? യൂട്യൂബ് തുടങ്ങാമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വന്ന ഡൗട്ട് ആയിരിക്കും, ഇപ്പോൾ യൂട്യൂബിൽ നല്ല കോമ്പറ്റീഷൻ ആണ്, അതുകൊണ്ട് തന്നെ ഇനി യൂട്യൂബിൽ തുടങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഏരിയ ഒരുപാട് ബിരിയാണി കട ഉണ്ടെന്ന് കരുതുക. അവിടെ എത്ര ബിരിയാണിയുള്ള കട വന്നാലും എല്ലാവർക്കും ഇഷ്ടമുള്ള അല്ലെങ്കിൽ എപ്പോഴും തിരക്കുള്ള ഒരു കട ഉറപ്പായും അവിടെ കാണും. അതുപോലെയാണ് യൂട്യൂബും. നിങ്ങൾക്ക് നല്ലൊരു കോണ്ടന്റ് ചെയ്യാൻ കഴിഞ്ഞാൽ വേറെ എത്ര വീഡിയോസ് ഉണ്ടെങ്കിലും there will be some people come to watch your videos. കാര്യം നമ്മുടെ ഫിംഗർ പ്രിന്റ് പോലെ തന്നെ നമ്മളെല്ലാവരും യുണീക്കാണ്. നിങ്ങളുടെ വോയിസ് നിങ്ങളുടേത് മാത്രമാണ്. നിങ്ങളുടെ സ്റ്റോറീസ് നിങ്ങളുടേത് മാത്രമാണ്. നിങ്ങളുടെ പേഴ്സണാലിറ്റി നിങ്ങളുടെ മാത്രമാണ്. അത് വേറെ ആർക്കും വന്ന് എടുത്തുകൊണ്ട് പോകാൻ കഴിയത്തില്ല. ഇനി മലയാള യൂട്യൂബ് സ്പേസിൽ കോമ്പറ്റീഷൻ കൂടുതലാണോ കുറവാണോ? ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു നീഷാണ് വീഡിയോ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ ചാനൽസ്. ഈ നീഷിൽ ഇംഗ്ലീഷിൽ നോക്കിയാൽ 10-100 ചാനൽസ് എങ്കിലും കുറയാതെ കാണും. ഇനി മലയാളത്തിൽ നോക്കുക. ആക്റ്റീവായിട്ട് മലയാളത്തിൽ കറന്റ് എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ പഠിപ്പിക്കുന്ന ഒരു ചാനൽ മലയാളത്തിലുണ്ടോ? നിങ്ങൾ മലയാളത്തിലെ പല ട്യൂട്ടോറിയൽ നോക്കിയാലും 2, 3, 4, 5 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ഔട്ട്ഡേറ്റഡ് ട്യൂട്ടോറിയൽ ആയിരിക്കും. അതായത് മലയാളത്തിൽ പ്രോപ്പറായിട്ട് ഒരു വീഡിയോ എഡിറ്റിംഗ് പഠിപ്പിക്കുന്ന നീഷ് പോലും ഇല്ല. ഇതുപോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള വളരെ കോമ്പറ്റീഷൻ കുറഞ്ഞ നീഷുകൾ ധാരാളം മലയാളത്തിൽ വേറെയുണ്ട്. സോ നിങ്ങൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആൾറെഡി ലേറ്റ് ആണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ കോട്ടിനെ ഓർക്കുക. ദി ബെസ്റ്റ് ടൈം ടു പ്ലാന്റ് എ ട്രീ വാസ് യെസ്റ്റർഡേ, ദി സെക്കൻഡ് ബെസ്റ്റ് ടൈം ഈസ് നൗ. ഓർക്കുക, നിങ്ങൾ ഓരോ ദിവസം താമസിക്കും തോറും ലേറ്റ് ആയി കൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് വൈ യൂട്യൂബ് ഈസ് ദി റൈറ്റ് പ്ലാറ്റ്ഫോം ടു സ്റ്റാർട്ട്. കുറച്ച് ദിവസം മുമ്പ് ഒരു റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. വാച്ചവേഴ്സിൽ യൂട്യൂബ് ഷോർട്സ് നെറ്റ്ഫ്ലിക്സിനെ ഓവർടേക്ക് ചെയ്തെന്ന്. ഇതിവിടെ കാണിക്കുന്നത് യൂട്യൂബിന്റെ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്തിനെയാണ്. ഇനി നിങ്ങൾ ചിന്തിക്കുന്നത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ എന്റെ കയ്യിൽ എക്സ്പെൻസീവ് എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ല എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ 450 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള മിസ്റ്റർ ബീസ്റ്റിന്റെ ആദ്യത്തെ വീഡിയോ കണ്ടു നോക്കൂ. മോസ്റ്റ് പോപ്പുലർ ടെക് ക്രിയേറ്ററായ മാർക്കസ് ബ്രൗൺലിയുടെ ആദ്യത്തെ വീഡിയോ കണ്ടു നോക്കൂ. ലോകത്തിലെ കറന്റ് ബിഗ്ഗസ്റ്റ് ലൈവ് സ്ട്രീമിംഗ് ചാനലായ ഐഷോ സ്പീഡിന്റെ ആദ്യത്തെ വീഡിയോ കണ്ടു നോക്കൂ. ഇനി നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ക്യാമറ എടുത്ത് റെക്കോർഡ് ചെയ്ത് നോക്കൂ. ഉറപ്പായും ഇതിനേക്കാളും ക്വാളിറ്റി കാണും. അതുമല്ലെങ്കിൽ ഫേസ്ലെസ് ആയിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ പതിയെ യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടുമ്പോൾ അപ്ഗ്രേഡ് ചെയ്താൽ മതി. അടുത്തായിട്ട് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സെൽഫ് ഡൗട്ടാണ്, വേറെ ക്രിയേറ്റേഴ്സ് നിങ്ങളെക്കാൾ നല്ല രീതിക്ക് പ്രസന്റ് ചെയ്യുന്നു, നല്ല രീതിക്ക് എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങൾക്ക് വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോട്ട് മാത്രം ഓർക്കുക. എ ജേർണി ഓഫ് 1000 മൈൽസ് ബിഗിൻസ് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ്. ഇനി അടുത്തായിട്ട് ഉറപ്പായി കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അറിയേണ്ട കാര്യമാണ് റൈറ്റ് മൈൻഡ് സെറ്റ്. 2025 53 മില്യൺ ആക്റ്റീവ് യൂട്യൂബ് ചാനൽസ് ഉണ്ട്. പക്ഷേ അതിൽ എത്ര ചാനൽസ് ആണ് കൺസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? വെറും 5%. ഇതിൽ അറ്റ്ലീസ്റ്റ് 10 വീഡിയോസിൽ കൂടുതൽ പോസ്റ്റ് ചെയ്യുന്ന എത്ര ചാനൽസ് ഉണ്ടെന്ന് അറിയാമോ? ഇതിലും കുറവ്. ഇവിടെ സത്യത്തിൽ ഓപ്പർച്യൂണിറ്റി ആണോ കുറവ്, അതോ ഹാർഡ് വർക്ക് ആണോ? ആലോചിച്ച് വെക്കുക. നിങ്ങൾ ഒരിക്കലും 100% റെഡിയാവാൻ നോക്കിയിരുന്നാൽ ഒന്നും നടക്കില്ല. നിങ്ങളുടെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ വളരെ ശോകമായിരിക്കും. 3, 7, 15 വീഡിയോ കഴിയുമ്പോൾ തന്നെ ക്വിറ്റ് ചെയ്യാൻ തോന്നും. പക്ഷേ ഈ ഒരു അഡ്വൈസ് മാത്രം കീപ്പ് ചെയ്യുക. ഐ വിൽ പോസ്റ്റ് 100 വീഡിയോസ് കൺസിസ്റ്റന്റ്ലി. ഓരോ വീഡിയോയിന് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് 1% വെച്ച് ഇംപ്രൂവ് ആക്കി കൊണ്ടേയിരിക്കുക. ആദ്യത്തെ വീഡിയോ നല്ല തംബ്നെയിൽ ചെയ്യാൻ പഠിക്കുക. രണ്ടാമത്തെ വീഡിയോ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ പഠിക്കുക. മൂന്നാമത്തെ വീഡിയോ നല്ല ഇൻട്രോ എഴുതാൻ ശ്രമിക്കുക. നാലാമത്തെ വീഡിയോ നല്ല വീഡിയോ ഐഡിയാസ് കണ്ടുപിടിക്കാൻ പഠിക്കുക. അഞ്ചാമത്തെ വീഡിയോ സ്ക്രിപ്റ്റ് എഴുതാൻ കുറച്ചൊക്കെ പഠിക്കുക. ഇങ്ങനെ ഓരോ വട്ടം പതിയെ ഇംപ്രൂവ് ചെയ്യുക. ഇത് ഞാൻ പറഞ്ഞതല്ല, മിസ്റ്റർ ബീസ്റ്റ് തന്നെ പറഞ്ഞതാണ്. അടുത്തായിട്ട് മൈൻഡിൽ എപ്പോഴും കീപ്പ് ചെയ്യേണ്ട കാര്യമാണ്, നിങ്ങൾക്ക് ഒരിക്കലും ആദ്യ വീഡിയോ തന്നെ വൈറലായിട്ട് യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ ഉണ്ടാക്കാമെന്ന് വിചാരിക്കരുത്.
ഇവിടെ പല ആൾക്കാരും എനിക്ക് മെയിൽ ചെയ്ത് കണ്ടിട്ടുള്ളതാണ്. ബ്രോ എന്റെ ചാനൽ നോക്കുമോ, വ്യൂസ് വളരെ കുറവാണ്. നോക്കുമ്പോൾ അവർ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് 1, 2, 3 വീഡിയോസ് മാത്രമായിരിക്കും. ഞാൻ ഈ യൂട്യൂബ് ചാനലിന് മുമ്പ് വേറെ പല ചാനൽസുമായിട്ട് 100ലധികം വീഡിയോസ് ചെയ്ത് ഫെയിലായ ശേഷമാണ് ഈ ചാനൽ തുടങ്ങുന്നതും ഗ്രോ ചെയ്യുന്നതും. പിന്നെ ഒരു പ്രശ്നമാണ്, നമുക്ക് എത്ര നല്ല മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഒന്നേ മടുക്കും, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് ക്വിറ്റ് ചെയ്യാമെന്ന് തോന്നും. സോ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്ടിവിറ്റി ഹാക്ക് പറഞ്ഞു തരാം. ഈ ഒരു പ്രൊഡക്ടിവിറ്റി ഹാക്കിലൂടെയാണ് എനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ പറ്റുന്നത്. ഒരു മാസത്തിൽ 4 ലോങ് വീഡിയോസ് ചെയ്യുക, വെറും 4 വീഡിയോസ്. ഒരാഴ്ചയിൽ വെറും 1 ലോങ് വീഡിയോസ് ചെയ്യുക. ഈ ആഴ്ചയിലെ ഒരു ദിവസം തംബ്നെയിലും ടൈറ്റിലും ഉണ്ടാക്കുക, 2ാമത്തെ ദിവസം സ്ക്രിപ്റ്റ് മാത്രം എഴുതുക, 3ാമത്തെ ദിവസം റെക്കോർഡ് മാത്രം ചെയ്യുക, 4ാമത്തെ 5ാമത്തെ ദിവസം കൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഇവിടുത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഡെയിലി ലൈറ്റ് ആയിട്ട് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ജോബ് ഉള്ളവരാണെങ്കിലും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും ഒരു സ്റ്റുഡന്റ് ആണെങ്കിലും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കോണ്ടന്റ് ഒരു സൈഡിൽ കൂടി നടക്കും, ജോബും ഒരു സൈഡിൽ കൂടി നടക്കും. ഇനി നമ്മുടെ അവസാന അജണ്ടയായ എങ്ങനെ നിങ്ങൾക്ക് യോജിക്കുന്ന ഒരു പ്രോഫിറ്റബിൾ യൂട്യൂബ് നീഷ് കണ്ടുപിടിക്കാം. ഒരാൾ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ വരുന്നൊരു പ്രശ്നമാണ് ഏത് നീഷിൽ കോണ്ടന്റ് ചെയ്യണം. പലരും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കാരണങ്ങൾ കൊണ്ടായിരിക്കും. 1, മേക്ക് മണി ഫ്രം ഇറ്റ്. 2, പാഷൻ ഓർ ഹോബി. 3, പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ. ഇതിൽ പാഷൻ ഒഴികെ ബാക്കി 2 ഓപ്ഷനുള്ള ആൾക്കാരും ഏത് നീഷാണ് സെലക്ട് ചെയ്യുന്നതിനെ കുറിച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കും. അതിനു വേണ്ടിയിട്ട് ഈ ട്രിപ്പിൾ വെൻ ഡയഗ്രാം മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു ബുക്കും പേപ്പറും എടുത്ത് ഒരു 3 സർക്കിൾ വരയ്ക്കുക. ഈ സർക്കിളിലെ ആദ്യത്തെ സർക്കിളാണ് വാട്ട് യു ലവ്. ഇവിടെ നിങ്ങൾക്ക് വാദവരെ സംസാരിക്കാൻ അറിയാവുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു 3 ടോപ്പിക്സ് എഴുതുക. ചിലപ്പോൾ സ്പോർട്സ് ആയിരിക്കും, സിനിമ ആയിരിക്കാം, കുക്കിംഗ് ആയിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും അവിടെ എഴുതാം. ഈ 2ാമത്തെ സർക്കിളാണ് വാട്ട് യു ആർ ഗുഡ് അറ്റ്. ഇവിടെ നിങ്ങൾക്കൊരു മീഡിയം ലെവലെങ്കിലും ഞാൻ ബെസ്റ്റ് ആണ് തോന്നുന്ന ഏരിയാസ് കണ്ടെത്തിയിട്ട് ഒരു 3 എഴുതുക. ഇനി അവസാനത്തെ സർക്കിളാണ് വാട്ട് പീപ്പിൾ ആക്ച്വലി വാണ്ട് ടു വാച്ച്. ഇവിടെയാണ് നിങ്ങൾ സെലക്ട് ചെയ്ത ടോപ്പിക്സിൽ ഡിമാൻഡ് ഉണ്ടോ എന്ന് നോക്കുക. യൂട്യൂബിൽ പോയിട്ട് നിങ്ങളുടെ ആ ടോപ്പിക്ക് സെർച്ച് ചെയ്യുക. അതിൽ എത്ര വ്യൂസ് കിട്ടുന്നുണ്ട്, അതിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അതിൽ എത്ര റവന്യൂ കിട്ടാൻ സാധ്യത ഉണ്ടെന്നൊക്കെ. ഇതിലെല്ലാം നിങ്ങൾക്കൊരു എക്സ്പെക്ടേഷൻ കാണും. അത് എക്സാക്ട്ലി മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നീഷ് സെലക്ട് ചെയ്യാം. അങ്ങനെ ഈ 3 സർക്കിളിലും ഫിറ്റ് ആവുന്ന നീഷ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എക്സാമ്പിൾ, ഞാനും ഈ മെത്തേഡിലൂടെയായിരുന്നു എന്റെ നീഷ് സെലക്ട് ചെയ്തത്. വാട്ട് യു ലവ്. എനിക്ക് എഡ്യൂക്കേഷണൽ കോണ്ടന്റ് ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റഡ് ആയിരുന്നു. വാട്ട് യു ഗുഡ് അറ്റ്. ഇവിടെ നോക്കിയപ്പോൾ എനിക്ക് 3 years ഓഫ് യൂട്യൂബിൽ എക്സ്പീരിയൻസ് ഉണ്ട്. വാട്ട് പീപ്പിൾ ആക്ച്വലി വാണ്ട് ടു വാച്ച്. ഇവിടെ നോക്കിയപ്പോൾ ഒരു 90% യൂട്യൂബേഴ്സ് ഗ്രോ ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സോ ഇവരെനിക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ അവർ വാച്ച് ചെയ്യുമെന്ന് അറിയാം. അങ്ങനെ 3 സർക്കിൾ ഫിറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ യൂട്യൂബ് എഡ്യൂക്കേഷൻ എന്ന നീഷ് സെലക്ട് ചെയ്തു. ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ നീഷ് കിട്ടുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്ന ടോപ്പിക്ക് നീഷായിട്ട് സെലക്ട് ചെയ്യുക. പക്ഷേ ഇതിലൂടെ നിങ്ങൾക്ക് നീഷ് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്തൊരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. ഇതിനാണെങ്കിൽ കോപ്പിയിങ് എന്ന് വേണമെങ്കിൽ പറയാം. വേറെ യുണീക്ക് ആയിട്ടുള്ള പുതിയ ചാനൽസ് ഇംഗ്ലീഷിലൊക്കെ നോക്കുക. കാരണം മലയാളത്തിലെ 90% നീഷസും ഇംഗ്ലീഷ് ചാനലുകളിൽ നിന്ന് ഇൻസ്പയർ ആയി വന്നിട്ടുള്ളതാണ്. ഇനി ഇതിന്റെ ഒരു അടുത്ത സ്റ്റെപ്പാണ് മൊബൈൽ ഫോണിൽ ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ചാനൽ നെയിം, ലോഗോ, ചാനൽ ബാനർ, പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്തിരിക്കേണ്ട സെറ്റിംഗ്സ്. സോ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഒരു പാർട്ട് ഉടനെ വരുന്നതായിരിക്കും. ഈ കോഴ്സിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങളെ പ്രാക്ടിക്കലി പഠിപ്പിച്ച് എന്റെ കൂടെ ചെയ്തു പോവുക എന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു അസൈൻമെന്റും ഉണ്ട്. ഈ ട്രിപ്പിൾ വെൻ ഡയഗ്രാം മെത്തേഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റു മെത്തേഡിലൂടെയോ നിങ്ങളുടെ ഒരു നീഷ് കണ്ടുപിടിക്കുക. ഞാൻ താഴെ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ഇത് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ കൺഗ്രാറ്റുലേഷൻ ഫോർ റീച്ചിങ് ദിസ് ഫാർ. ഐ വിഷിംഗ് എ ഗുഡ് ലക്ക് ഓൺ ഫ്യൂച്ചർ ജേർണി. എപ്പോഴും ഓർക്കുക, എവരി ഫെയിലിയർ ഇസ് എ ലെവൽ അപ്പ്.